ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1963. ഇന്ന് മെയ് മാസം 16-ാം തീയതി 136-ാമത്തെ ദിവസത്തിലെത്തി. ക്രിസ്തുയേശു ഓർമ്മപ്പെടുത്തുന്നുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ആരുടെ മുമ്പിലാണ് പ്രകാശിക്കേണ്ടത്? അത് നമുക്ക് കണ്ടെത്താം. അല്ലെങ്കിൽ ഊഹിച്ചാൽ ആർക്കും പെട്ടെന്ന് തന്നെ പിടുത്തം കിട്ടും. നമ്മുടെ ചുറ്റിലുമുള്ള മനുഷ്യരെ തന്നെയാണ്, നമ്മൾ വസിക്കുന്ന സമൂഹത്തെക്കുറിച്ച് തന്നെയാണ്. അവരുടെ മുമ്പിലാണ് നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിലെ പ്രകാശം ശരിക്കും തെളിയേണ്ടത്. അതിന് പറ്റിയ വിധത്തിൽ അവനവന്റെ ഉള്ളിൽ പ്രകാശമുണ്ടോന്നാണ്, വെളിച്ചമുണ്ടോന്നാണ്. പൊതുവെ ക്രിസ്തു അനുയായികൾക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്തൊക്കെയാണ്? എന്തൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിലും അതെന്തുമാത്രമൊക്കെ നല്ലതാണേലും ക്രിസ്തു വെളിച്ചം എന്തുമാത്രം ഉള്ളിലുണ്ട്. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 16-ലേക്ക് എത്തിയപ്പോഴാണ് ഇത്രത്തോളം ഒന്ന് ഭാരപ്പെട്ടത്. നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കേണ്ടതാണ്. അതിനാദ്യം എൻ്റെ ഉള്ളിൽ വെളിച്ചം നിലനിർത്തണം. എൻ്റെ ഉള്ളിൽ വെളിച്ചം എത്തണം. കുറച്ച് പാടുപെടേണ്ടി വരില്ല. ക്രിസ്തുയേശു കൃത്യമായിട്ടും പറയുന്നുണ്ട്, എന്താണ് വെളിച്ചം, എങ്ങനെയാണ് വെളിച്ചം പകരേണ്ടത്, ആർക്കാണ് വെളിച്ചത്തെ ബോധ്യപ്പെട്ട് കിട്ടേണ്ടത്? മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തണം. അതാണ് കാര്യം. അതിൻ്റെ അഭാവം തന്നെയാണ് അതിനോടുള്ള എൻ്റെ അലസതയും വിരക്തിയും തന്നെയാണ്, താല്പര്യക്കുറവും തന്നെയാണ് ഉള്ളില് ഇപ്പോഴും വെളിച്ചം ഉണ്ടാകാതെ പോകുന്നതും അന്ധകാരത്തിൽ പെട്ടുപോകുന്നതും ഒക്കെ. മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കാണാൻ പാകത്തിന്. അപ്പോൾ നല്ല പ്രവൃത്തികളൊക്കെ ചെയ്തു വേണം മനുഷ്യരുടെ മുമ്പിൽ, സമൂഹത്തിൽ ജീവിക്കാനായിട്ട്. ക്രിസ്തു അനുയായി എന്ന് പറഞ്ഞ് ജീവിക്കുന്നതിനേക്കാളും അപ്പുറത്ത് ക്രിസ്തു അനുയായി എന്ന് പ്രവൃത്തിയിലൂടെ ബോധ്യപ്പെട്ട്, അവനവന് തന്നെ ബോധ്യപ്പെട്ട് സമൂഹത്തെ ബോധ്യപ്പെടുത്തി വേണ്ടേ ജീവിക്കാനായിട്ട്. അപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ആ പ്രകാശം നിറയുന്നതും ആ പ്രകാശം മറ്റുള്ളവർക്ക് വലിയ വെളിച്ചമായി മാറുന്നതുമൊക്കെ. വൈകിയ വേളയിലെങ്കിലും ഈ ഒരു തിരിച്ചറിവ് കിട്ടിയത് നന്നായി. അതിനുശേഷം നമുക്കൊന്ന് പരിശ്രമിച്ചും പ്രാർത്ഥിച്ചും ആരംഭിക്കാം. ആമേൻ.